അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്ന് മറ്റൊരു അടിപൊളി വീഡിയോയിലോട്ടാ. അപ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നനഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ കുളിച്ച് കയറാമെന്നുള്ള പയഞ്ചില്ലേ. അപ്പം നനഞ്ഞനെ ഇറങ്ങിക്കാണ്. ഇന്നൊരു പച്ചക്കറി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പച്ചക്കറി ഉണ്ടാക്കാനുള്ള പ്രചോദനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം നമ്മളെ ഈ കൃഷിഭവനിൽ നിന്ന്, അതായത് ഞാൻ താമസിക്കുന്ന അമരമ്പലം കൃഷിഭവനിലാണ്. ഈ കൃഷിഭവൻ്റെ കീഴിൽ ഒരു കിറ്റ് കൊടുക്കലുണ്ടായിരുന്നു. 800 ചില്ലാനം ഉറുപ്പ്യ വരുന്ന ഒരു കിറ്റ് അവർ 320 രൂപയ്ക്കാണ് സബ്സിഡി നിരക്കിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ബോഡോ മിശ്രിതം ഉണ്ട്, 5 കിലോ ബോഡോ മിശ്രിതം പറഞ്ഞു. അതുപോലെ തന്നെ ചകിരിച്ചോറ് 5 കിലോ ഉണ്ട്. പിന്നെ കുറേ 2-3-4 ടൈപ്പ് മരുന്നുകളുണ്ട്, നമ്മൾ ഈ കീടങ്ങൾക്ക് അങ്ങനെ പലതൊക്കെ ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ നാലാമത് കിട്ടിയത് കുറേ വിത്തുകളാട്ടോ. പയർ വിത്ത്, മത്തന് വിത്ത്, പിന്നെ വെണ്ടക്കൻ്റെ വിത്ത്, ഇങ്ങനെ ഇതൊക്കെ ഈ കൂട്ടത്തിൽ കിട്ടിയതാണ്. അപ്പോൾ ഇത് കിട്ടി. പിന്നെ ഒരു കുറച്ചധികം കോളിഫ്ലവറിൻ്റെത്, കോളിഫ്ലവർ മുളച്ച് തൈയായിട്ട് നിൽക്കുന്നത് കിട്ടി. അതുപോലെ തന്നെ വെണ്ടക്കൻ്റെ മുളച്ച് വന്നത് അത് കിട്ടി. പിന്നെ കൂടാതെ അവർ കൂട്ടത്തിൽ തക്കാളി ഉണ്ടെന്ന് പറഞ്ഞു, അത് നമുക്ക് കിട്ടിയിട്ടില്ല. മറ്റേ വേറെ തക്കാളി, മുളക്, ഈ 2 കൂടി കിട്ടാണ്ട്, ഇനി കിട്ടുമെന്ന് പറഞ്ഞു, കിട്ടിയിട്ടില്ല. ഇപ്പോൾ നിലവിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് നമ്മൾ എങ്ങനെ ഉണ്ടാക്കുക, നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുക, ഉണ്ടായിക്കഴിഞ്ഞത് എങ്ങനെ നമ്മൾ കാണാൻ പറ്റുക എന്നൊക്കെ ആലോചിച്ചിട്ടുള്ള വീഡിയോ ചെയ്യുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് ആ വീഡിയോ ആണ്. അപ്പോൾ ആദ്യം ഞാൻ കിട്ടിയ സാധനത്തിനൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. അതിനുശേഷം ഞാൻ നിലമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ നിലമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ആദ്യം കോളിഫ്ലവറാണ് വെക്കുന്നത്. കോളിഫ്ലവർ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് വെണ്ടയ്ക്ക വെക്കാൻ ഉദ്ദേശിക്കണം. പിന്നെ നമുക്ക് ഈ വിത്തുകളൊക്കെ അപ്പോൾ ഇപ്പോൾ കുറേ നമ്മൾ ഈ പറമ്പുള്ളതുകൊണ്ട് ഈ കമുങ്ങ് ഇപ്പോൾ വെച്ചതാണ്. അപ്പോൾ ഈ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരുപാട് സ്ഥലം ഇപ്പോൾ ഒഴിവുണ്ട്. ഇപ്പോഴത്തെ കാനലും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് കൃഷിയൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ പുല്ല് കുറയും. നേരത്തെ നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ കുറേ ആൾക്കാർ അഭിപ്രായപ്പെട്ടിരുന്നു വായ വെക്കണടിയിൽ. ഇപ്പോൾ ഇന്ന് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വായ വെച്ചിട്ടുണ്ട്. പിന്നെ കൃഷിസ്ഥലത്തിൽ പുല്ല് വളരാതെ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു. ആ അഡ്വൈസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊക്കെ ചെയ്യുക. അപ്പോൾ നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ അറിവ് കിട്ടും. നമ്മൾ ഈ അറിവ് മറ്റുള്ളവർക്കും പകർന്നു നൽകുക എന്നുള്ളതൊക്കെയാണ് ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോ വിശേഷങ്ങളായിട്ട് പോയി വരാം. ഇല ഒരുക്കിയിട്ടുണ്ടോ, ഇതിങ്ങനെ ഇപ്പോൾ ഇങ്ങനെ ചെത്തിക്കോരി ഒരുക്കിയിട്ടുണ്ട്. അവിടെ നമ്മൾ അസിസ്റ്റൻ്റ് ഇതാ ചെത്തിക്കോരി കൊണ്ടുനിൽക്കുകയാണ്. പുള്ളി ഭയങ്കര വൃത്തിയിൽ ചെത്തിക്കോരിയാണ്. അപ്പോൾ ഇന്ന് കൃഷിയിൽ കിട്ടിയതൊക്കെ ഞാനൊന്ന് പരിചയപ്പെടുത്താണ്. അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഇതാണ് ഈ കൂടെ കിട്ടിയതാണ് ഈ കുമ്മായം. ഈ കുമ്മായത്തിൽ വേറെന്തോ കെമിക്കൽ ചേർത്തിട്ടുണ്ട്. 5 കിലോ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒപ്പം അതാക്കണ് നേരത്തെ പറഞ്ഞ പയറുവിത്തിൻ്റെ പാക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വെണ്ടയ്ക്കൻ്റെ വിത്ത് കിട്ടി. പിന്നെ മത്തൻ്റെ വിത്ത് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇതാക്കണം ചീര, ഈ ചീരൻ്റെ വിത്തൊക്കെ കിട്ടി. ഇതൊക്കെ നമുക്ക് പാകി സെറ്റപ്പ് ആക്കണം. ഇതാകുമ്പോൾ കുറേ കോളിഫ്ലവറിൻ്റെ തൈയുണ്ട്, വെണ്ടയ്ക്കൻ്റെ തൈയൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ മുളച്ച് കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടാണെന്നുള്ളത് എന്തായാലും വീഡിയോ ചെയ്യും. ആ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അഭിപ്രായം പറയുന്നുണ്ട്. പിന്നെ കൂടാതെ ഈ പാക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഈ പാക്കറ്റ് നമ്മൾ പച്ചക്കറിക്കാണ്, സമ്പൂർണ്ണ KU മൾട്ടി മിക്സ് എന്നതിൻ്റെ പേര്. ഇലകളിൽ തളിക്കാൻ വേണ്ടി നിർമ്മിച്ച സൂക്ഷ്മ മൂലക മിശ്രിതം എന്നാണ് ഇതിൽ എഴുതിയിട്ടുള്ളത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കൂട്ടത്തിൽ കിട്ടിയിരിക്കുന്നതാണ് വേപ്പെണ്ണ, വെളുത്തുള്ളി, കാന്താരി മിശ്രിതമാണ്. ഇത് 6 മുതൽ 10 ഗ്രാം വരെ 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച ലായനി ചെടികളിൽ തളിക്കാവുന്നതാണ്. ഇത് കൃഷി വിജ്ഞാന കേന്ദ്രം മലപ്പുറത്തു നിന്നുള്ള ഒരു പ്രോഡക്റ്റാണ്. ഇത് കൂട്ടത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. മറ്റൊന്നിതാണ് വേറെ ഒന്ന്, ഇതിൻ്റെ ഉപയോഗം എന്നാണ് വിത്തിൽ പുരട്ടുന്നതിന് വേണ്ടിയിട്ടാണിത്. 1 കിലോ വിത്തിന് 25 മില്ലികളിൽ തളിക്കാവുന്നതാണ്. ഇങ്ങനെ ഒരുപാട് ഇൻസ്ട്രക്ഷൻ അതിലുണ്ട്, ഒക്കെ വായിക്കാൻ നേരമില്ല. പിന്നെ അടുത്തായി കിട്ടിയിട്ടുള്ള വേറെ ഒന്നാണ്. ഇത് ചെറിയ അക്ഷരമായതുകൊണ്ട് അപ്പോൾ വായിക്കാൻ ഇപ്പം പ്രയാസമുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. പിന്നെ ഇതാണ് മത്തി ശർക്കര മിശ്രിതം, ഫിഷ് അമിനോ ആസിഡാണിത്. ഇതിൻ്റെ വീഡിയോ ഒക്കെ നമ്മളെ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കി കഴിഞ്ഞാൽ ഒക്കെ കിട്ടും കേട്ടോ. ഇത് നമ്മൾ തെങ്ങിൻ്റെ കായ്ഫലം ഉണ്ടാകാനൊക്കെ ഉപയോഗിക്കുന്നു പറയുന്നേക്കാം. അതുപോലെയൊക്കെ നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കൃഷിസ്ഥലം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ ഈ തൈകൾ ഇവിടെ റെഡിയാണ്. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് വീഡിയോ വിശേഷങ്ങളൊക്കെ പോയി വരാം. ഈ തെങ്ങിൻ്റെ വേരായതുകൊണ്ട്
അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ കോളിഫ്ലവർ, വെണ്ടക്ക, അതുപോലെ തന്നെ ചീര, മത്തൻകുരു, പയറ്റുംകുരു എല്ലാം നമ്മൾ കുത്തി റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാം നട്ട് പാകി അതിൽ വളക്കെട്ട് സെറ്റപ്പാക്കി എല്ലാം ക്ലിയറാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അടുത്ത ഘട്ടം എങ്ങനെയാണെന്നുള്ളത് മറ്റുള്ള വീഡിയോകൾ കാണാം. അപ്പോൾ പരമാവധി നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, ഫോളോ ചെയ്യാൻ മറക്കരുത്. വീണ്ടും മറ്റൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഈ സ്ഥലത്താട്ടോ നമ്മൾ പയറൊക്കെ കുഴിച്ചിട്ടുള്ളത്. പയറൊക്കെ നല്ല വളക്കെട്ട് മിക്സ് ചെയ്ത് കണ്ട് നമ്മളിവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ മത്തൻകുരു അതിനെ വളമൊക്കെ മിക്സ് ആക്കിയിട്ട് മത്തൻകുരു ഇട്ടിട്ടുണ്ട്. അതുപോലെ ഇതൊക്കെയാണ് നമ്മൾ കോളിഫ്ലവർ ഇതിൽ ഓരോന്ന് ഇട്ട് കൊടുത്ത് നമ്മൾ പുല്ലൊക്കെ എന്താണ് കോളിഫ്ലവറിൻ്റെ ഇലയാണ് അങ്ങനെ അവിടെയൊക്കെ കണ്ടിട്ടോ. വെണ്ടക്ക കുറച്ച് അപ്പുറത്ത് നട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചീര നമ്മൾ ഇവിടെ പാകിയിട്ടുണ്ട്. ഈ സ്ഥലത്ത് നമ്മളെ ബോഡോ മിശ്രിതമായ കുമ്മായക്കൂട്ട് എല്ലാം മിക്സ് ചെയ്ത് പിന്നെ ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മളിതിൽ ചീരയൊക്കെ വിതറിയിട്ടുണ്ട്. ഇനിയൊക്കെ നമുക്ക് മറ്റുള്ള വീഡിയോ ഇതിൻ്റെ റിസൾട്ടൊക്കെ കണ്ടറിയാം കേട്ടോ. ഓക്കെ.